ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ കൊലപ്പെടുത്തി. റാണ പ്രതാപ് ബൈരാഗിയാണ് കൊലപ്പെടുത്തിയത്. കപാലിയ ബസാറിൽ വെച്ച് റാണയ്ക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. വിനിത വിജീവനങ്ങൾ വച്ചിരുന്നു. വിനിത, ന്യൂനപക്ഷങ്ങൾക്കെതിരായ വലിയ വിദ്വേഷ പ്രതികരണങ്ങൾ, പ്രസ്താവനകൾ, ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ തുടരുകയാണോ ബംഗ്ലാദേശിൽ? വിനിത, ഹഷ്മി, കഴിഞ്ഞ 3 ആഴ്ചക്കിടെ അഞ്ചാമത്തെ ഒരു യുവാവാണ്, ന്യൂനപക്ഷ വിഭാഗത്തിലെ യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ദീപു ചന്ദ്രദാസ്, അതിന് പിന്നാലെ അമിത് മണ്ഡേൽ, ഒപ്പം തന്നെ ഗോഗോൺ ചന്ദ്രദാസ്, പിന്നാലെ ഗജേന്ദ്ര വിശ്വാസ. ഇപ്പോൾ മറ്റൊരു യുവാവിനെ കൂടി കൊലപ്പെടുത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിൽ. റാണ പ്രതാപ് ബൈരഗി എന്ന യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജയ്സോർ ജില്ലയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. കപാലിയ ബസാറിൽ വെച്ച് അക്രമികൾ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. 3 ആഴ്ചക്കിടെ കൊല്ലപ്പെടുന്ന 5ാമത്തെ ന്യൂനപക്ഷ വിഭാഗത്തിലെ ആളാണ് ഈ ബൈരാഗി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഇത്തരത്തിലേക്ക് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ കൂടി ലഭ്യമായിട്ടുണ്ടായിരുന്നു. നേരത്തെ ഈ ഗോഗോൺ ചന്ദ്രദാസിന്റെ ഒക്കെ കൊലപാതകത്തിന് പിന്നാലെയാണ് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ നടപടികൾ ഒരു വശത്ത് എടുക്കുമ്പോഴും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അത് ബംഗ്ലാദേശിൽ തുടരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആശങ്കയും അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ വീണ്ടും ആ ആക്രമണം തുടരുന്നുവെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹാഷ്മി, ഓക്കെ, വിനിത വിജി വിവരങ്ങൾ നൽകിയത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസ്താവനകൾ, വ്യാജ പ്രചരണങ്ങൾ, ഈ പറയുന്ന ഹേറ്റ് സ്പീച്ച്, പ്രൊപ്പഗണ്ട നിർമ്മിക്കൽ, അതിനുശേഷം ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ ഒക്കെ ഈ ആക്രമണത്തിന്റെ മറവിൽ ബംഗ്ലാദേശിൽ നിർബാധം തുടരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.